എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയപ്പെടെ. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവരെ, അല്ലെ ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ല കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് കുറച്ച് സമയമെടുത്തായിരിക്കും പോകുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് കണ്ട് തീർക്കാൻ പറ്റില്ല. കാരണം കുറച്ച് സമയമെടുത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. ചിലപ്പോൾ പറയുന്ന കാര്യം തന്നെ ഞാൻ ആവർത്തിച്ച് 2-3 തവണയൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ അത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് എങ്ങനെ MS വേർഡിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് MS വേർഡിലെ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കാതെ നമുക്ക് എന്താ പറയാ ഒരു കാര്യവും നടക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ ഒരു ജോലിക്ക് പോയാലും MS വേർഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിനകത്ത് ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. സോ നമുക്ക് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് MS വേർഡിൽ നമുക്ക് എങ്ങനെ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കാം. അപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു 5-6 മെത്തേഡുകളുണ്ട് MS വേർഡിൽ. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിതിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണോ അത് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. അല്ലാതെ യാതൊരു നിർബന്ധവും ഇല്ല ഇത് ഈ ഒരു സ്റ്റെപ്പ് മാത്രം വെച്ചിട്ട് ചെയ്യാവൂ എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഏത് മെത്തേഡാണോ എളുപ്പം അത് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു 5 അല്ലെങ്കിൽ 6 മെത്തേഡോളം ഉണ്ട്. ആ മെത്തേഡ് എല്ലാം ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കുന്ന ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലും ഓരോ മെത്തേഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ ക്ലാസ് കാണുന്നവര് ആ ഒരു മെത്തേഡ് പഠിച്ചിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒറ്റ ക്ലാസ്സിൽ എല്ലാം കൂടെ പറഞ്ഞ് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരു മെത്തേഡാണ്. അപ്പൊ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാല് ടേബിൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു കമാൻഡ് ഇരിക്കുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ്. അപ്പൊ നമ്മൾ MS വേർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പേജ് കാണാൻ സാധിക്കുന്നത്. ആ പേജിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടാബുകൾ കാണാം. അതായത് ഹോം ടാബ് ഉണ്ട്, ഇൻസേർട്ട് ടാബ് ഉണ്ട്, ഡ്രോ ടാബ് ഉണ്ട്, ഡിസൈൻ ടാബ് ഉണ്ട്. അങ്ങനെ നിരവധി ടാബുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഒരു പിക്ചർ ആഡ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ടേബിൾ ആഡ് ചെയ്യണമെങ്കിലും ആ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ്. ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലോട്ട് ഇങ്ങനെ മൗസ് ഒന്നുകൊണ്ട് വെക്കുക. എവിടെയെങ്കിലും വെച്ചാൽ മതി, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഒന്നെങ്കിൽ ഈ I അല്ലെങ്കിൽ N അല്ലെങ്കിൽ SERT ഈ ഒരു ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ടൊന്ന് പോയിന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ടാബിനെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ടാബിനെ സെലക്ട് ചെയ്യണം. അതായത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകളുണ്ട്. ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ പല ഗ്രൂപ്പുകളുണ്ട്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ് പേജ് എന്ന് പറയും. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ടേബിൾസ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഇല്യൂസ്ട്രേഷൻസ്, മീഡിയ, ലിങ്ക്സ്. അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ടേബിൾ ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കണ്ടു. അപ്പൊ ഈ ടേബിൾ എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് ഒന്നുകൊണ്ട് വെക്കുക. മൗസ് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ ഇങ്ങനെ ഒരു സെലക്ട് ആയി അതിന് ചുറ്റും ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം. എന്നിട്ട് ആ ടേബിളിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ടേബിൾ എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചാൽ മതി. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ടേബിളിനകത്ത് ഉള്ള ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ ഒരു വലിയ ബോക്സ് ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ആദ്യം നോക്കിക്കഴിയുമ്പോൾ കുറേ ബോക്സുകളുണ്ട്. അതിന് തൊട്ട് താഴെ ഇൻസേർട്ട് ടേബിൾ ഉണ്ട്, ഡ്രോ ടേബിൾ ഉണ്ട്, എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്, ക്വിക്ക് ടേബിൾസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. നമ്മൾ ഈ ആദ്യം കാണുന്ന ഈ സ്ക്വയേഴ്സിലോട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് നോക്കുക. അതിനുശേഷം ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ട് ഒന്നാമത്തെ ബോക്സിലോട്ട് ചുമ്മാ ഒന്നുകൊണ്ട് വെച്ചു. വെച്ചപ്പോ തന്നെ അതിന്റെ മുകളിൽ കാണുന്നുണ്ട് 1x1 ടേബിൾ. അതായത് ഒരു കോളവും ഒരു റോയും ഉള്ള ഒരു ടേബിൾ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇത് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു കോളവും ഒരു റോയും ഉള്ള ഒരു ടേബിൾ നമുക്ക് കിട്ടും.
ഇനി ആ ഒന്നാമത്തേന്റെ തൊട്ടിപ്പുറത്ത് രണ്ടെണ്ണം ഉള്ളതില്, അതായത് രണ്ടാമത്തതിലോട്ട് ക്ലിക്ക് ചെയ്തപ്പം ഒന്നും സെലക്ട് ആയിട്ടുണ്ട്, രണ്ടും സെലക്ട് ആയിട്ടുണ്ട്. അപ്പം മുകളിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം 2x1 ടേബിൾ, അതായത് 2 കോളമും 1 റോയും ഉള്ള ഒരു ടേബിള് ക്രിയേറ്റ് ആവും. അപ്പൊ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് റോയും വേണം, കോളവും വേണം. സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് കാണാം 2 കോളമുണ്ട്, ഒരൊറ്റ റോയുമുണ്ട്. അതായത് ഇതൊരു കോളം, ഇതൊരു കോളം. റോ എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ ഒരു റോയുമാണ്. ഇനി നമ്മൾ ആ ഒന്നാമത്തെ നിരയിൽ തന്നെ 1, 2, മൂന്നാമത്തെ ബോക്സിലോട്ട് മൗസ് വെച്ചു. അപ്പൊ നമുക്ക് കാണാം 3x1 ടേബിൾ, അതായത് 3 കോളമും 1 റോയും ഉള്ള ടേബിൾ ആണ് അവിടെ വരുന്നത്. ഇനി എന്റെ തൊട്ട് താഴെ, അതായത് 1ന്റെ താഴെ കിടക്കുന്ന അതിലോട്ട് വെച്ചു. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 1x2 ടേബിള്, അതായത് 1 കോളവും 2 റോയും. അതായത് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് കോളത്തിന്റെ നമ്പറാണ്, രണ്ടാമത് വരുന്നതാണ് റോയുടെ നമ്പർ. അപ്പൊ ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ മാറ്റുന്ന അനുസരിച്ച് നമുക്ക് കാണാം. കണ്ടോ? അപ്പൊ ഞാൻ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, അതായത് 5 റോ ഉള്ള ടേബിളും അതുപോലെ തന്നെ 7 കോളം. മുകളിലത്തെ കോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 3, 3, 3, 6, 1, 7, 7 കോളമുള്ള ഒരു ടേബിള്. നമ്മൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും 4x3, അല്ലെങ്കിൽ 4x3 എന്ന് പറയുമ്പോൾ 4 കോളവും 3 റോയും. 4x5 എന്ന് പറയുമ്പോൾ 4 കോളവും 5 റോയും. അതുപോലെ തന്നെ 5x6 എന്ന് പറയുമ്പോൾ 5 കോളവും 6 റോയും. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടുന്ന് 10x8, അതായത് 10 കോളവും 8 റോയും ഉള്ള ഒരു ടേബിൾ വരെ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനുള്ള ടേബിൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു 4x4 എന്ന് പറഞ്ഞ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. അപ്പൊ ഇങ്ങനെ ഇതിൽ ചൂസ് ചെയ്തു, എന്നിട്ട് ഈ ഒരു അവസാനത്തെ ഇവിടോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ടേബിൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടേബിൾ വന്നു, ആ ടേബിളിനെ നമുക്ക് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പൊ ചെറുതായിട്ട് കാണുന്ന ടേബിളിനെ വലുതാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ടേബിളിന്റെ അവസാനത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് പോലെ കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ. ഈ ബോക്സിനകത്തോട്ട് ചുമ്മാ ഇങ്ങനെ മൗസ് വെക്കുന്ന ഉടനെ മൗസിന്റെ ആ ഒരു ഐക്കൺ ഡബിൾ സൈഡ് ആരോ ആയിട്ട് മാറും. അതായത് ചരിഞ്ഞിരിക്കുന്ന ഒരു വര അതിന്റെ 2 സൈഡിലും ആരോ ആയിട്ട് നമുക്ക് കാണാം. ഇതിന്റെ ബാക്കി എവിടെ കൊണ്ട് വെച്ചാലും നമുക്ക് ആ ഒരു ആരോ കാണാനായിട്ട് സാധിക്കത്തില്ല. ഈ ബോക്സിന്റെ അകത്തോട്ട് വെക്കുക. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന്റെ അവസാനത്തെ ഈ ഒരു പോർഷനിൽ ഒരു ബോക്സ് കാണാം. അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ വലുപ്പം കൂട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യം, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈ എടുക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ താഴോട്ട് നീളം കൂട്ടാനാണെങ്കിൽ താഴോട്ട് ഇങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്യുക. അതായത് മൗസ് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇത്രയും വലുപ്പത്തിലായിരിക്കും നമ്മുടെ ടേബിള് വരുന്നത്. അപ്പൊ ഇനി ആ വലുപ്പം കാണാനായിട്ട് മൗസിൽ നിന്നും കൈ അങ്ങ് എടുക്കുക. നമ്മൾ കൈ എടുക്കുന്ന ടൈമിൽ തന്നെ അതിന്റെ വലുപ്പം ഇങ്ങനെ കൂടുന്നതായിട്ട് കാണാം. ഇനി കുറയ്ക്കണമെങ്കിൽ നേരെ സെയിം മെത്തേഡാണ്, നമ്മൾ നേരെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് പ്രൊസീജിയർ ചെയ്യുക. ഇതിലോട്ട് തന്നെ മൗസ് വെക്കുക, താഴോട്ട് വലിച്ചതിന് പകരം മുകളിലോട്ട് ഇങ്ങനെ കണ്ടോ വലിക്കുക. അപ്പൊ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലുപ്പം കുറഞ്ഞു, താഴോട്ട് വലിച്ചാൽ വലുപ്പം കൂടി, വലത്തോട്ട് വലിച്ചാൽ അതിന്റെ വീതി കൂടി. അങ്ങനെ എങ്ങോട്ട് വേണേലും കണ്ടോ വലിച്ചതിന്റെ വലിപ്പം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളതൊന്ന് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ടെക്നിക്ക്, അതിന്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പ്രയാസവും ഇല്ല, എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ഇതിലോട്ട് ഈ ഒരു അവസാനത്തെ ഈ ഒരു പോർഷനിൽ ഒരു ബോക്സ് കാണും, അതിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് മൗസിനെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് എങ്ങോട്ടാണോ അതിന്റെ വലിപ്പം കൂട്ടേണ്ടത്, വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് നീക്കുക, താഴോട്ടാണെങ്കിൽ താഴോട്ട് നീക്കുക. ഇനി കണ്ടോ എത്ര വേണേലും നമുക്ക് ഇതിന്റെ വലിപ്പം ഇങ്ങനെ കൂട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടാം. ഇനിയും വലിപ്പം നമുക്ക് കുറയ്ക്കണമെങ്കിൽ നേരെ പ്രൊസീജിയർ ഇങ്ങനെ മുകളിലോട്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങനെ അതിന്റെ വലിപ്പം കുറയും. താഴോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് ഒക്കെ നീക്കി നമുക്ക് അതിന്റെ വലിപ്പം കൂട്ടാനും സാധിക്കും. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ആ ഒരു കണ്ടന്റ്, നമ്മുടെ കോളത്തിന്റെ ഹെഡിങ് കൊടുക്കാം. നെയിം കൊടുത്തു, ജസ്റ്റ് ചുമ്മാ ഒരു ടൈറ്റിൽ അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ 2-3 സബ്ജക്റ്റിന്റെ പേര് ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുത്തു. ഇപ്പൊ നമ്മൾ ഇതിനകത്തെല്ലാം വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു.
നമുക്ക് ഈ ഒരു റോ കഴിഞ്ഞ്, ഈ ഒരു അവസാനത്തെ റോ കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു റോ കൂടെ വേണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ അവസാനത്തെ ഈ റോയിലോട്ട് ചുമ്മാ ഒന്ന് മൗസ് കൊണ്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാബ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ആ ടാബ് കീ ഒന്ന് പ്രസ് ചെയ്യുക. ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയ ഒരു റോ കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര ചെറിയ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് പുതിയ റോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഈ ഒരു ടേബിളിൽ മൊത്തം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഒരു റോ കൂടെ വേണമെങ്കിൽ ആ ടേബിളിന്റെ അവസാനത്തെ ഈ ഒരു സെല്ലിലോട്ട്, സെൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോക്സ്, അവസാനത്തെ സെല്ലിലോട്ട് മൗസ് കൊണ്ടുവച്ച് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ ടാബ് കീ പ്രസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കാണാം കർസർ ഇരിക്കുന്നത് ഈ അവസാനത്തെ ടേബിൾ, ഈ ഒരു അവസാനത്തെ സെല്ലിലായിരുന്നു. അത് കഴിഞ്ഞ് പുതിയതായിട്ട് വന്ന ഈ ഒരു റോയുടെ ആദ്യമാണ് ഇരിക്കുന്നത്. വീണ്ടും നമ്മൾ ടാബ് പ്രസ് ചെയ്താൽ ഈ ഒരു കർസർ തൊട്ടടുത്ത സെല്ലിലോട്ട് പോകും. വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സെല്ലിലോട്ട് പോകും. വീണ്ടും പ്രസ് ചെയ്യുമ്പോഴാണ് അവസാനത്തെ സെല്ലിൽ വന്നത്. ഇനിയും നമ്മൾ ടാബ് പ്രസ് ചെയ്താലേ പുതിയൊരു റോ വരത്തുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയും കാര്യമേ ഉള്ളൂ. നമ്മുടെ ടേബിളിന്റെ അവസാനത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ടാബ് കീ പ്രസ് ചെയ്യാൻ. അന്നേരമേ നമുക്ക് പുതിയൊരു റോ വരത്തുള്ളൂ. വീണ്ടും കർസർ ഇരിക്കുന്നത് ഇവിടെയാണ്. പക്ഷെ നമ്മൾ അവസാനത്തെ ആ ഒരു സെല്ലിലോട്ട് മൗസ് കൊണ്ടുവച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടാബ് കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ടേബിള് വരും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള റോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു പ്രയാസമില്ല ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ പറഞ്ഞത് ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് പുതിയൊരു റോ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു. അപ്പൊ ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ പല മെത്തേഡുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു, നിങ്ങൾക്കത് എളുപ്പമായോ എന്ന് കൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ ബൈ ബൈ.